നമ്മുടെ പുതിയ ചാനൽ വഴിയാണ് സ്റ്റഡി. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് പ്യൂർ ക്രേപ്പ് ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. റേറ്റ് ഉള്ള ഐറ്റം ആട്ടോ, കാരണം ഒറിജിനൽ ക്രേപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ വർക്കും ഒറിജിനൽ ചിക്കൻ വർക്കാണ് കേട്ടോ. അതുകൊണ്ട് 3000 എബോ റേറ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്രേപ്പിന്റെ ഒറിജിനൽസ് ഒക്കെ വരുന്നത്. 3000 സംതിങ് റേഞ്ചിലാണ് ഈ ഒരു വർക്ക് ചെയ്ത് വരുന്ന ഒറിജിനൽ ക്രേപ്പ് ഫാബ്രിക്സ് വരുന്നത്. അപ്പൊ ഇത് ഒറിജിനൽ ആയതുകൊണ്ട് നിങ്ങൾ ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. നോർമൽ വാഷ് എങ്ങനെ പോയാലും ഇപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും ഒരു 1800 മേലോട്ടൊക്കെയുള്ള ഐറ്റംസ് ആണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഡ്രൈ വാഷ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. അത് മാത്രമല്ല ഇങ്ങനത്തെ മോഡൽസ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽസ്, ഒറിജിനൽ സിൽക്ക് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ഡ്രൈ വാഷ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. നോർമൽ വാഷ് ചെയ്യുന്നവരുണ്ട്. എല്ലാ പ്രൊഡക്ട്സും അപ്പോൾ അത് എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതൽ കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസ് പറ്റുന്നവരെല്ലാം ഡ്രൈ വാഷ് മാത്രം ചെയ്യുക കേട്ടോ. ഞാൻ വർക്കിന്റെ ഒരു ഫിനിഷിങ്ങും നടിപ്പിച്ച് കാണിക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ചിക്കൻ ബോക്സിന്റെ ഡിസൈൻ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഓരോ ത്രെഡും യൂസ് ചെയ്തേക്കുന്ന അതിന്റെ ആ ഫിനിഷിങ്ങും ഒക്കെ വെച്ചിട്ടാണ് റേറ്റ് കൂടുതലും കുറവും വരുന്നത്. പിന്നെ മെറ്റീരിയൽ ഇതൊക്കെ മീറ്റർ നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. നമുക്ക് ക്രേപ്പ് പ്യൂർ ക്രേപ്പ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 3000 റേഞ്ചുള്ള ഐറ്റമാണ്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു ചിക്കൻ വർക്കിന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ശകലം ചുരുങ്ങുന്ന മെറ്റീരിയലാണ്. അത് ഒറിജിനൽ ഫാബ്രിക് ആയതുകൊണ്ട് ക്രേപ്പിന്റെ മെറ്റീരിയൽ ശകലം ചുരുങ്ങും. അപ്പോൾ ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഡ്രൈ വാഷ് മാത്രം ചെയ്യുക. ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തി ആയിട്ട്, അതിലും ഫുള്ള് ചിക്കൻ വർക്ക്, അതെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ്, നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് സെയിം തന്നെ. ഇതൊരു ഡസ്റ്റി ലാവൻഡർ ടോൺ ആട്ടോ. ഇതിന്റെ നമ്പർ V278, റേറ്റ് 3200, 3200. അതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ചെറിയൊരു വയലറ്റ് ടോൺ വരുന്ന സൈസ് ആഷ് ആട്ടോ. ഭയങ്കര ആഷ് എന്ന് പറയാൻ പറ്റൂല, എവിടെയോ ഒരു ലാവൻഡറിന്റെ ചെറിയൊരു ഷെയ്ഡ് കയറി വരുന്നുണ്ട്. എന്നാൽ ഭയങ്കര ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം അങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സ്, നമ്മുടെ ഒരു ഡസ്റ്റി കളർ ചാർട്ട്. ഈ ചിക്കൻ വർക്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഡസ്റ്റി കളർ ചാർട്ടിലാണ് ഒറിജിനൽ വർക്കിനെ കാണാൻ ഭംഗി കേട്ടോ. അപ്പൊ ഇത് തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡാർക്ക് ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും. പക്ഷേ ഈ ചിക്കൻ വർക്ക് ഒറിജിനലിന്റെ ആ ഒരു ഭംഗി ശരിക്കും കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് പേസ്റ്റൽ കളേഴ്സിലൊക്കെയാണ് ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അതാണ് ഇഷ്ടം. നോർമലി ബാക്കി വർക്കുകളൊക്കെ അങ്ങനെ നമ്മൾ നല്ല ഡാർക്കർ ഷെയ്ഡ്സിൽ ഓടുമ്പം ഇങ്ങനത്തെ വർക്കിനൊക്കെ എപ്പോഴും ആ ഒരു ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡസ്റ്റി ടൈപ്പ് കളേഴ്സിലാണ് കൂടുതൽ വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലത്തെ വർക്ക് ഇതാട്ടോ. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. നല്ല ലെങ്ത് ഉണ്ട്. താഴെയും നമുക്ക് ചെറിയൊരു ക്രോഷഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ അത്ര ഹൈ ക്വാളിറ്റി, ആ ഒരു പ്യൂർ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ. ഡ്രൈ വാഷ് മാത്രം ചെയ്യുക. എല്ലാത്തിനും ബോട്ടം വെച്ചിരിക്കുന്ന സാൻഡൺ ഫാബ്രിക് ആണ്. ഇതിന്റെ നമ്പർ V270. ബ്ലാക്ക് കളറാണ്. ബ്ലാക്കും വൈറ്റും കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. ഇത് പിന്നെ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ ആണെങ്കിലും റെഗുലർ ആയിട്ട് ഇതിന്റെ തന്നെ ചെറിയ ഡിസൈൻ വ്യത്യാസത്തിൽ വൈറ്റും ബ്ലാക്കും എപ്പോഴും തന്നെ കാണും. കാരണം ഇതിന് ആവശ്യക്കാർ എപ്പോഴും ഉണ്ട് ഈ ഒരു ഒറിജിനൽ ആ ഒരു ചിക്കൻ വർക്കിന്റെ ഡിസൈന്. അപ്പോൾ അതങ്ങനെ ഈ ഒരു സെറ്റിന്റെ കൂട്ടത്തിലും ഈ ബ്ലാക്ക് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബ്ലാക്കും വൈറ്റും സെപ്പറേറ്റ് ആണല്ലോ എപ്പോഴും തന്നെ കിട്ടുന്ന ഐറ്റം ആട്ടോ. അത്യാവശ്യം റേഞ്ച് ഉണ്ടെങ്കിലും ഇതിന് നല്ലതായിട്ട് മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്. ഇതിനങ്ങനെ ഒരു ടൈം നോക്കണ്ട, എല്ലാ ഫംഗ്ഷൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. ഇതിന്റെ ഡിസൈനിന്റെ ആ ഒരു ഇത് പോത്തേ ഇല്ല, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ഇത് പ്യൂർ ക്രേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കുറഞ്ഞതിലൊക്കെ ഞാൻ ചെയ്ത് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത് പ്യൂർ ക്രേപ്പിൽ ഇടുന്നതിന്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അത്ര എടുപ്പാട്ടോ. നമുക്ക് ഇടുമ്പോഴാണെങ്കിലും കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമുക്ക് ആ ഒരു റേറ്റ് കൂടിയതിൻ്റെതായ ഒരു ഭംഗി കൂടുതൽ എന്തായാലും അതിനുണ്ട്. ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു വർക്ക്, അതും ഒറിജിനൽ ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം എല്ലാത്തിനും സാൻഡൂൺ മെറ്റീരിയൽ ആണ്. ബ്ലാക്ക് കളർ തന്നെ, നല്ല ജെറ്റ് ബ്ലാക്ക് കളർ ആട്ടോ. ജെറ്റ് ബ്ലാക്കിൽ ആ ഒരു വൈറ്റിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ നമ്പർ V280, റേറ്റ് 3200. നമുക്ക് ലാസ്റ്റ് കളർ ഇതൊരു ഡസ്റ്റി ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ. അടിപൊളി കളറാണ്, നല്ല രസമാട്ടോ. ഡസ്റ്റി കളർ ആണെങ്കിലും ഇങ്ങനത്തെ ഷെയ്ഡ്സിനെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ചിക്കൻ വർക്കിന്റെ എടുപ്പുണ്ട്, ആ ഒരു പ്യൂർ ക്രേപ്പിന്റെ ലുക്കും ഉണ്ട്. എല്ലാത്തിനും ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക് ആണ്. സെയിം തന്നെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആട്ടോ. അത്രയും പ്യൂർ ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ നിൽക്കുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോളുക. എത്ര റേറ്റ് ഉള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇത് ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ നമ്പർ V281, റേറ്റ് 3200.